രാഹുൽ ഗാന്ധി ഇവിടെ പുതുതായിട്ട് വന്ന് മത്സരിക്കുന്നതല്ലല്ലോ. അദ്ദേഹം ഇവിടുത്തെ പാർലമെന്റ് മെമ്പറല്ലേ. ഇവിടുത്തെ പാർലമെന്റ് മെമ്പർ എന്നതിൽ ജനങ്ങൾ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ഒരു പാർലമെന്റ് അംഗമെന്നതിൽ ഇവിടുത്തെ ജനങ്ങളോട് ഹൃദയപരമായ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. വയനാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവർക്കുടെ ജനപ്രതിനിധിയായിട്ട് രാഹുൽ ഗാന്ധി വീണ്ടും വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പരമാവധി മനസ്സിലാക്കിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിനും അറിയാം. അവർ തമ്മിലുള്ള ഒരു ഹൃദയ അടുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ LDFന്റെ വോട്ട് എത്രയായിരുന്നു സുഹൃത്തെ? ഈ മണ്ഡലത്തിൽ UDFന്റെ വോട്ട് എത്രയായിരുന്നു? അപ്പോൾ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടൊരു മത്സരമാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ മാറ്റിവെച്ചത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യ മുന്നണി ശക്തമാകണമെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം വയനാട് രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ മത്സരിക്കുന്നില്ല. കാരണം അവർ ഒരു ഇഞ്ചോടിഞ്ച് പോരാടിയ ഒരു മണ്ഡലമൊന്നും അല്ലല്ലോ വയനാട്. അതിന് പകരം ഈ ഒരു പ്രചരണം നടത്തുന്നതിനകത്ത് ഒരു അടിസ്ഥാനമില്ല. എത്രയേ ഉള്ളൂ. ഇതാണ് ടാർഗറ്റ്. അത് ഇന്ന് പുറത്തു വന്നു ഒരാളിലൂടെ. എന്തായാലും ഈ രാജ്യത്തിന് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റി എഴുതാനും എന്തിനും നിലവിലുള്ള ജനാധിപത്യ സമ്പ്രദായത്തെ മുഴുവൻ അട്ടിമറിക്കാനും വേണ്ടിയുള്ള പ്ലാനും പദ്ധതിയുമായിട്ടാണ് അവരിറങ്ങിയിരിക്കുന്നത്. ഇതുപോലൊരു കെട്ടകാലം രാജ്യത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നോക്കണം, ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം കഴിഞ്ഞ പ്രാവശ്യം അവർ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരെ ഒരാളായിരുന്നു. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേരിൽ അവർ 3 പേരും കൂടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവരൊരു മന്ത്രിയെ വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരിക്കലും സംഭവിക്കാത്തവണ്ണം പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് ഇലക്ഷൻ കമ്മീഷണർ രാജിവെക്കുന്നു. ഇപ്പോൾ ആകെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണ് നമുക്കുള്ളത്. ഇനി 15-ാം തീയതിയോ 16-ാം തീയതിയോ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കുന്ന പറയുന്നത് ഇലക്ഷൻ പ്രഖ്യാപനത്തെക്കുറിച്ച് പോലും പൂർണ്ണ അനിശ്ചിതത്വമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരി 28-ാം തീയതി ആയിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. ഇപ്പം മാർച്ച് 11 ഇന്ന്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യത്തിന്റെ എല്ലാ അന്തസത്തകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്ത് ഏകാധിപത്യ ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ഡിക്റ്റേറ്റർഷിപ്പ് ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. ഈ പൂതി നടപ്പിലാക്കാൻ ഇന്ത്യയിൽ അനുവദിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ സിദ്ധാന്തങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകണം. ഇന്ത്യ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അന്തിമ വിജയം വരെ ഞങ്ങൾ പോരാടി ജയിക്കും. കഴിഞ്ഞ ദിവസം ഷമാ മുഹമ്മദ് ഒരു പരാതി ഉന്നയിച്ചിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. നമ്മുടെ ഒരു സത്യമുണ്ടല്ലോ, സ്ത്രീകൾക്ക് കൂടി അർഹമായ പരിഗണന വേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പല ഘടകങ്ങളും തീരുമാനിക്കും, പല ഘടകങ്ങളും എടുക്കും. നിങ്ങൾക്കറിയാം, അവസാനം ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. UDFന്റെ ലാസ്റ്റ് ലിസ്റ്റ് കൂടെ വന്നപ്പോൾ അപ്പോൾ എനിക്ക് കിട്ടുന്ന എല്ലാ റിപ്പോർട്ടും ഇത്ര നല്ല ഒരു സ്ഥാനാർത്ഥി പട്ടിക. അപ്പോൾ അതിലൊരു ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവും. സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഞാനത് അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ അസംബ്ലി ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനിയിപ്പം ആ അസംബ്ലി ഇലക്ഷനിലൊക്കെ തന്നെ നമ്മൾ ഇതൊക്കെ നികത്തും, മറ്റു സ്ഥലങ്ങളിലും നികത്തും. അവർക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. അതിന് സംശയം വേണ്ട. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. ഞങ്ങളൊരു സംശയവും വേണ്ട. ഈ പട്ടികയും വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 20-ൽ 20 UDF വരും. നിങ്ങൾ എഴുതി വെച്ചോ, 20-ൽ 20 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ജയിക്കും. അല്ല, എല്ലാവരും അനിവാര്യതയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രമായിരിക്കും മത്സരിക്കുക അതോ? അല്ല, അത് ഞങ്ങൾ ഇന്നിപ്പം CEC ഉണ്ട്, അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ട്. അതിന്റെ പൂർണ്ണമായ ചിത്രം നിങ്ങൾക്ക് വ്യക്തമാകും അടുത്ത ദിവസങ്ങളിൽ. അത് അദ്ദേഹത്തിന് ഇപ്പം ഞങ്ങളുടെ ഭാരത് ജോഡോ ന്യായ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. 17-ാം തീയതിയാണ് അത് മുംബൈയിൽ വൻ റാലിയോടെ. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. വൻ റാലിയോട് കൂടിയിട്ടാണ് മുംബൈയിൽ അത് സമാപിക്കുന്നത്. ആ റാലി കഴിഞ്ഞാൽ പിന്നെ ഏത് ദിവസവും രാഹുൽ ഗാന്ധി ഇവിടെ വരാൻ തീരുമാനിക്കും. ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോട് ആലോചിച്ചിട്ട് തീയതി തീരുമാനിച്ച് അദ്ദേഹം വരും. അത് വളരെ നിർഭാഗ്യകരമായി പോയി. ഞങ്ങൾ ബംഗാളിൽ കൂടി സഖ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം BJPയുടെ നമ്പർ ലോക്സഭയിൽ പരമാവധി കുറക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായി അവരുടെ പിന്നാലെയാണ്. എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തു, ഏത് രീതിയിലും വിട്ടുവീഴ്ചകൾ ചെയ്തു. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം BJPയുടെ നമ്പർ കുറക്കലാണ്. ഞങ്ങൾക്ക് വാശിയും വൈരാഗ്യവും ആരോടും ഇല്ല. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന പോലും മാറ്റി എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ BJP എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നമ്പർ പാർലമെന്റിൽ, ലോക്സഭയിൽ പരമാവധി കുറക്കുക. വൈരാഗ്യത്തോടെ സമീപനം ഞങ്ങൾക്കില്ല. അവർക്ക് ഞങ്ങളുമായിട്ട് മുന്നണി വേണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾ BJPയെ തോൽപ്പിക്കേണ്ട സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കുള്ളൂ.